നമ്മുടെ രാജ്യത്തെ സേവിക്കുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും മൗലിക കടമയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ കടമ ചൂസ് ചെയ്യാനും ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഗവൺമെൻറ് സെക്ടേഴ്സ് തന്നെയാണ്. എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും തോൽവികളുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന റാങ്ക് ലിസ്റ്റിലുള്ള ഒരുപാട് പേരും വിജയിച്ച ആളുകളൊക്കെ ഒരുപാട് എക്സാമിൽ തോറ്റ ആളുകൾ തന്നെയാണ്. തോൽവി നമ്മൾ വരുന്ന പ്രതീക്ഷ നമുക്ക് എപ്പോഴും എന്തായാലും വേണം. കാരണം ആ പ്രതീക്ഷകൾ തന്നെയാണ് നമുക്ക് വിജയത്തിലേക്ക് നയിക്കുക. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ സ്വപ്നം കാണുന്ന ആ കാക്കി വേഷം ഇന്ന് അനന്തുവിനെ തേടി എത്തിച്ചേർന്നിരിക്കുകയാണ്. അനന്തുവിൻ്റെ ഈ വിജയം വെറും ഒരു റാങ്ക് ലിസ്റ്റ് എൻട്രി മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ കരുത്തുറ്റ തുടക്കമാണ്. ഇതിനു പിന്നിലെ വിജയരഹസ്യവും കഠിനാധ്വാനവും നമുക്ക് അനന്തുവിനോട് തന്നെ ചോദിച്ചറിയാം. വെറും അനന്തു അല്ല, സബ് ഇൻസ്പെക്ടർ അനന്തു. ഫസ്റ്റ് ഓഫ് ഓൾ, കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ സക്സസ്. ഒരുപാട് അച്ചീവ്മെൻറ്റ്സിനും എക്സ്പീരിയൻസിനും ഒടുവിൽ ഈ ഒരു ഫേസിൽ എത്തി നിൽക്കുന്ന അനന്തുവിനെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്താമോ? അതുപോലെ തന്നെ ഈ ഫേസിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് അനന്തുവിന് തോന്നുന്നത്? എൻ്റെ പേര് അനന്തു. ഞാൻ പാലക്കാട് ജില്ലയിലെ ചെത്തല്ലൂരിലാണ് സ്വദേശം. ഇപ്പോൾ കേരള പോലീസ് അക്കാഡമിയിൽ നിന്നും സബ് ഇൻസ്പെക്ടറായി നിയമിതനായിരിക്കുകയാണ്. സന്തോഷമുണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് എത്താൻ സാധിച്ചത്. കേരളത്തിലെ ആളുകളെല്ലാം ഇവരുടെയും ഒരു സ്വപ്നമാണ് ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളത്. അതും ഗവൺമെൻറ് ജോലി തന്നെ ഏറ്റവും നല്ലൊരു ഗ്ലാമറസ് പോസ്റ്റാണ് സബ് ഇൻസ്പെക്ടർ. ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കിലെത്തിയതിൽ സന്തോഷമുണ്ട്. 2021 അവസാനത്തോടു കൂടിയിട്ട് PSCയിലേക്ക് ഈ പെരിന്തൽമണ്ണ എയ്സിലേക്ക് കടന്നു വന്ന ആളാണ് ഞാൻ. അതിനുശേഷം ഒരു 4 മാസത്തിനുള്ളിൽ തന്നെ സിവിൽ പോലീസ് ഓഫീസർ എക്സാം വരികയും അതിൽ കുഴപ്പമില്ലാത്ത റാങ്ക് നേടാനാവുകയും ഫിസിക്കലും മെഡിക്കലും എല്ലാം കഴിഞ്ഞ ശേഷം 2023 കൂടിയിട്ട് മലപ്പുറത്തുള്ള MSP ബറ്റാലിയനിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഞാൻ ഏകദേശം 10 മാസത്തോളമുള്ള സിവിൽ പോലീസ് ഓഫീസർ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് സബ് ഇൻസ്പെക്ടർ എന്ന പദവിയിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞത്. 2025 കൂടിയിട്ട് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ്ങിനായിട്ട് കേരള പോലീസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം 1 വർഷത്തോളമുള്ള സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് കഴിഞ്ഞ ശേഷം 2026 ഞാനിപ്പോൾ സബ് ഇൻസ്പെക്ടറായിട്ട് എത്തിയിട്ടുള്ളത്. PSCയിലേക്ക് ഉള്ള പഠനം ഒരുപാട് ചലഞ്ചുകളുള്ളത് തന്നെയാണ്. നമ്മുടെ PSCക്ക് പഠിക്കാൻ വരുന്ന ഓരോരുത്തരെയും ഭയം എന്നുള്ളത് PSC എനിക്ക് ലഭിക്കുമോ, PSC എനിക്ക് ജോലി കിട്ടാൻ സാധിക്കുമോ, എത്ര കാലം ഇതിനുവേണ്ടി വർക്ക് ചെയ്യേണ്ടി വരും, ഇങ്ങനെ വർക്ക് ചെയ്താലും അതിന് റിസൾട്ട് ഉണ്ടാവും, ഇതേപോലുള്ള പേടികളോടുകൂടി തന്നെയാണ് പെരിന്തൽമണ്ണ എയ്സിലേക്ക് ഞാനും എത്തിയത്. താൽക്കാലികമായിട്ടുള്ള ജോലിയും രാജിവെച്ചിട്ട് PSCയിലേക്ക് പഠിക്കാനുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് പെരിന്തൽമണ്ണ എയ്സിലെത്തിയത്. പെരിന്തൽമണ്ണ എയ്സിൽ അന്നുണ്ടായിരുന്ന ഫാക്കൽറ്റി ജയകൃഷ്ണൻ എന്ന് പറഞ്ഞുള്ള ജയകൃഷ്ണേട്ടൻ്റെ ഒറ്റ കഴിവുകൊണ്ട് തന്നെയാണ് എയ്സിലേക്ക് പഠിക്കാൻ എനിക്ക് സാധിച്ചത്. ജയകൃഷ്ണേട്ടൻ്റെ ഒപ്പം ചേർന്ന് ഇവിടെ 6 മാസത്തോളമുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം പിന്നീട് സ്കോളർഷിപ്പിലാണ് ഞാൻ പഠിച്ചത്. മൊത്തം 2022 നടന്ന CPO എക്സാമിൽ പങ്കെടുക്കാൻ സാധിച്ചു. അത് പങ്കെടുത്തപ്പോൾ തന്നെ ഒരുപാട് നമുക്ക് എല്ലാവരെയും അപ്രീസിയേഷൻ കിട്ടി. കാരണം നല്ലൊരു മാർക്കും എല്ലാം എനിക്ക് അപ്പോൾ തന്നെ നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പരീക്ഷ സിവിൽ പോലീസ് ഓഫീസർ എക്സാം ആയിരുന്നു. അതിനുശേഷം ഒരുപാട് എക്സാമുകൾ എഴുതി കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഒരുപാട് റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിച്ചു. പെരിന്തൽമണ്ണ എയ്സിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനൊരു ഡെസ്റ്റിനേഷനിൽ എത്തി നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ഇതിനോട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി. ഹാപ്പി. സോ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരുപാട് നല്ല കരിയർ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഒരു ഗവൺമെൻറ് സ്ട്രീം തിരഞ്ഞെടുത്തത്? 2020 BSc മാത്തമാറ്റിക്സ് ഡിഗ്രി കഴിഞ്ഞിറങ്ങിയ ആളാണ് ഞാൻ. അതിനുശേഷം ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മൾ കണ്ടിരുന്നൊരു അവസ്ഥയായിരുന്നു 2019 കൊറോണ. നമ്മളെല്ലാവരും വീക്ഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൊറോണ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എഫക്റ്റായി എന്നൊരു അവസ്ഥയിൽ നിന്നും ഗവൺമെൻറ് സർവീസിലുള്ള ആളുകൾ എപ്പോഴും സ്റ്റേബിളായിരുന്നു. ഈ സ്റ്റെബിലിറ്റി തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗവൺമെൻറ് സർവീസിലേക്ക് അപേക്ഷിക്കാനും ഗവൺമെൻറ് സർവീസിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കാനും കാരണം. ഡിഗ്രി പഠനത്തിന് ശേഷം താൽക്കാലികമായി ജോലി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ
CPU എന്നൊരു എക്സാമാണ് ആദ്യമായിട്ട് എഴുതിയത് 2022 BSc മാത്തമാറ്റിക്സ് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയ ഒരാളാണ് ഞാൻ. ആ സമയത്ത് 2019 ഒരു അവസ്ഥയായിരുന്നു കൊറോണ. ഈ കൊറോണ കാലങ്ങളിലെ ആളുകളെല്ലാവരും ദുരിതത്തിൽ അനുഭവിക്കുമ്പോഴും ഗവൺമെൻറ് സെക്ടർ എപ്പോഴും സ്റ്റേബിളായിരുന്നു. ഈ സ്റ്റെബിലിറ്റി തന്നെയാണ് ആളുകളെ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് സെക്ടറിലേക്ക് നയിക്കുന്നത്. കൂടാതെ തന്നെ നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ പാക്കേജും ഗവൺമെൻറ് സെക്ടർ നമുക്ക് ഉറപ്പ് വരുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ നമ്മുടെ രാജ്യത്തെ സേവിക്കുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും മൗലിക കടമയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ കടമ ചൂസ് ചെയ്യാനും ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഗവൺമെൻറ് സെക്ടേഴ്സ് തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ പെരിന്തൽമണ്ണ എയിംസിലേക്ക് എത്തിയത്. എന്തായാലും അങ്ങനെ ഒരു ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്യാൻ സാധിച്ചു. കോവിഡ് സമയത്തായിരുന്നു നമ്മൾ റിയലൈസ് ചെയ്തിരുന്നത് നമ്മുടെ സ്റ്റെബിലിറ്റി ഒട്ടും ഇല്ല. ഈ രീതിയിൽ തന്നെ ഞാൻ PSCയിലേക്ക് വന്നതുണ്ടായിരുന്നത്. PSCയിലേക്ക് വന്നു. PSC പഠിച്ചിട്ട് കുറച്ച് കാലത്തുള്ളിൽ തന്നെയുള്ള CPA എക്സാമിന് പാസ്സായതോടുകൂടി നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടി. PSC എക്സാം നമുക്ക് സാധിക്കുന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടി. ഇതിന് ശേഷമുള്ള പിന്നീടുള്ള 10th പ്രിലിംസ് 12th പ്രിലിംസ് ഡിഗ്രി പ്രിലിംസുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് എക്സാമുകൾ അറ്റൻഡ് ചെയ്തു. അതിലൊക്കെ കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള റാങ്കുകൾ കരസ്ഥമാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് സെക്ടറിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എന്തൊക്കെയായിരുന്നു ആ ഒരു സ്റ്റഡി പ്ലാൻ? എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായി അഡാപ്റ്റ് ചെയ്ത് പുതിയൊരു ലേണിംഗ് തിയറി ഉപയോഗിച്ചിട്ടായിരുന്നോ അനന്തു ഈ പഠനത്തെ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ടായിരുന്നോ ഈ ഒരു പഠനത്തെ ക്രമീകരിച്ചിരുന്നത്? അതിൽ തന്നെ എത്രത്തോളം എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ സഹായിച്ചിട്ടുണ്ട്? എയ്സിൻ്റെ ഫാക്കൽറ്റീസ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എയ്സിൻ്റെ ഫാക്കൽറ്റീസിൻ്റെ സപ്പോർട്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫുകൾ, പഠിപ്പിക്കാൻ വരുന്ന മാഷന്മാർ, ഇവരൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം സപ്പോർട്ടും ഉണ്ടായിരുന്നു. അവരാണ് കറക്റ്റ് നമുക്ക് സ്ട്രക്ചറായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. നമുക്ക് PSC പഠിക്കുന്ന ഒരാൾക്കും എങ്ങനെ ഇനി പരിപാടിയൊന്നും അറിയണ്ടാവില്ല. അപ്പോൾ ഇവരുടെ ഒരുപാട് ഹെൽപ്പുകൾ നമുക്ക് നേടിയിട്ടുണ്ടായിരുന്നു. കൺസിസ്റ്റൻസി തന്നെയായിരുന്നു ഞാൻ പഠിക്കാനുള്ള മാജിക് മന്ത്ര എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ബ്രേക്ക് എടുക്കാതെ തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വരികയായിരുന്നു. പിന്നീട് പറയുകയാണെങ്കിൽ SCERT ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കണം. SCERT ടോപ്പിക്സ്, കറണ്ട് അഫയേഴ്സ്, ലാംഗ്വേജ്, ഇതെല്ലാം കൂടി പഠിക്കാനായിട്ട് നമുക്ക് ഒരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പുകളുണ്ടായിരുന്നു. നമ്മുടെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ തന്നെ ഒരുപാട് പേര് ഇപ്പോൾ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്നവർ തന്നെ ഒരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. SCERT കവർ ചെയ്യും. ടോപ്പിക്സുകളൊക്കെ ഓരോരോ സോർട്ടായിട്ട് പഠിക്കുമായിരുന്നു. ലാംഗ്വേജ് നന്നായിട്ട് പഠിക്കുന്നത്, ഇംഗ്ലീഷ്, മലയാളം ലാംഗ്വേജുകൾ. ഓരോരുത്തരും ആരൊക്കെയാണോ ആ ഗ്രൂപ്പുകളിൽ എക്സ്പെർട്ട് ആയിട്ടുള്ളത് അവർ ബാക്കിയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ആ ഒരു തിയറിയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടുള്ള ഓരോ വീക്കെൻഡിലുള്ള നമ്മുടെ എക്സാമുകളൊക്കെ, എയ്സ് നടത്തുന്ന എക്സാമുകളിലൊക്കെ നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമായിരുന്നു. എക്സാമുകൾ നമുക്ക് കറക്റ്റ് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് പഠിപ്പിച്ചു തരുന്നു. ഇതുകൂടാതെ തന്നെ നമ്മൾ നന്നായിട്ട് പേപ്പർ നന്നായിട്ട് വായിക്കണം. എല്ലാ പേപ്പറുകളും, ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും പേപ്പറുകൾ നന്നായിട്ട് വായിക്കുക. ഏതൊക്കെ സോഴ്സുകൾ അവൈലബിൾ ആണോ ആ സോഴ്സുകളൊക്കെ പോയി നോക്കിയിട്ട് അവിടെ നിന്നൊക്കെ കിട്ടാവുന്ന അത്ര ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമായിരുന്നു. ആ ഒരു രീതിയിലുള്ള മോഡസ് ഓപ്പറാൻഡി തന്നെയാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിച്ചത്. സോ എന്തുകൊണ്ടാണ് ഫോഴ്സ് എന്നൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്തത്? നമുക്കറിയാം ഗവൺമെൻറ് സ്ട്രീമിൽ തന്നെ ഒരുപാട് വേരിയസ് ഓപ്ഷൻസ് ഉണ്ട്. ദെൻ വൈ ചൂസ് ഫോഴ്സ്? നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു വിഭാഗം തന്നെയാണ് സേനാ വിഭാഗങ്ങൾ. സേനാ വിഭാഗങ്ങളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ഒരുപാട് പേരുടെ ആംബിഷൻസ് ആണ്. ചെറുപ്പം മുതലേ ആളുകളുടെ ഒരു താല്പര്യം തന്നെയാണ് സേനാ വിഭാഗങ്ങളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്. ഇതുകൂടാതെ തന്നെ നമുക്ക് സെർവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള സേനാ വിഭാഗങ്ങൾ തന്നെയാണ്. ഫയർഫോഴ്സ്, ഫോറസ്റ്റ് ഓഫീസേഴ്സ്, പോലീസ്, എക്സൈസ്, ഇതുപോലെ ഒരുപാട് സേനാ വിഭാഗങ്ങൾ നമുക്ക് കേരള സർക്കാരിൻ്റെ കീഴിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ പോലീസാണ് ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് സിവിൽ പോലീസ് ഓഫീസർ ആയതും ഇപ്പോൾ സബ് ഇൻസ്പെക്ടറായിട്ട് കേരള പോലീസിൽ വർക്ക് ചെയ്യുന്നത്. ഇതുകൂടാതെ ഫോഴ്സ് എന്ന സ്ട്രീമിലേക്ക് നമുക്ക് എത്തിപ്പെടുന്നതിന് അക്കാദമിക് എക്സലൻസ് മാത്രം പോരാ, നമ്മുടെ ഫിസിക്കൽ സ്കിൽസ് കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ സ്കില്ലുകൾ നമ്മളെ കൂടുതൽ ഹെൽത്തി ആക്കാനും നല്ലൊരു ലൈഫ് സ്റ്റൈൽ നമുക്ക് തരുന്നതായിരിക്കും. നമ്മുടെ ലിമിറ്റ് എന്താണെന്ന് അറിയാനായിട്ടും നമ്മുടെ ക്യാപ്പബിലിറ്റീസ് എന്താണെന്ന് അറിയാനായിട്ടും നമ്മളെവിടെ ബ്രേക്ക് ആവുന്ന നമുക്ക് കൂടുതൽ അറിയാനായിട്ടും നമുക്ക് ഫോഴ്സിൽ നിന്നൊരു സപ്പോർട്ട് ലഭിക്കും. ഫോഴ്സ് എന്നൊരു ലൈഫ് സ്റ്റൈല് നമ്മളെ ആ രീതിയിലേക്ക് നമ്മളെ അടുത്തുയർത്താൻ സാധിക്കും. ഈ ഒരു യാത്രയിൽ അനന്ത് നേരിട്ട ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്തായിരുന്നു? അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഓവർകം ചെയ്തത്? ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിട്ടുണ്ട്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു കോളേജിലൊക്കെ. ഒരുപാട് സപ്ലികളൊക്കെ ഉണ്ടായിരുന്നു. ആ സപ്ലികളിൽ നിന്നൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവുന്ന ഉള്ളൊരു ലക്ഷ്യം നമുക്ക് വരുമ്പോഴാണ് ഇതൊക്കെ പട ക്ലിയർ ചെയ്ത് വന്നത്. എല്ലാം ക്ലിയർ ചെയ്തെത്തി.
നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. PSC നന്നായിട്ട് സീരിയസ് ആയി പഠിക്കാൻ തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. രാവിലെ 5 മണിക്ക് 6 മണിക്ക് ഇവിടെ വന്നിട്ട് പെരുന്നോണ ഈസിൽ വന്നിട്ട് രാത്രി ഞാൻ പോകുന്നുണ്ടായിരുന്നത്. അത്രയും നേരം നമുക്ക് കമ്പനി സ്റ്റഡിയും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു വേ ഓഫ് അപ്രോച്ച് നമ്മളെ കൂടുതൽ പഠിക്കാനായിട്ടും പരീക്ഷകൾ ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ സേനകളിലേക്ക് എത്തുന്നതിന് നമുക്ക് ഫിസിക്കലായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഫിസിക്കൽ ടെസ്റ്റുകൾ പാസ്സാവാനായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നത് പെരുന്നോണ ഐസ് കോളേജിൽ അന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്ന ഷമീർ സാറായിരുന്നു. ഷമീർ സാറിൻ്റെ ശിക്ഷണത്തിലായിരുന്നു പിന്നീടുണ്ടായിരുന്നുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെ നേരത്തെ തിരുവനന്തപുരം ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യും. വർക്കൗട്ടുകൾ കഴിഞ്ഞ ശേഷം പിന്നീട് നേരെ എയ്സിലേക്ക് വരും. എയ്സിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ പഠിക്കും. അങ്ങനെ ഞാൻ ആ ഒരു സ്റ്റഡി ജേണി ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ബ്രേക്ക് ആവാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് തന്നെ നമുക്ക് നമ്മുടെ പഠിക്കുന്ന ഏതൊരു ആസ്പിരൻസിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നമുക്ക് നമ്മുടെ ചില സമയങ്ങളിൽ നമ്മൾ മെൻ്റലി ഡൗൺ ആയി പോകാറുണ്ട്. ഫിനാൻഷ്യൽ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ തേടിയെത്തും. ഇതൊക്കെ എന്നെ കവർ ചെയ്യാൻ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ ഓരോ ജോലികൾ ചെയ്തിട്ടും പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്തിട്ടും ഒക്കെ നമ്മൾ മുന്നോട്ട് വന്നു. ഈ ഒരു എയ്സ് ഫാമിലി അതുകൂടാതെ പുറത്തുള്ള എൻ്റെ ഫ്രണ്ട് സർക്കിളൊക്കെ ചെയ്യുന്നു എനിക്കുണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമുക്കറിയാം ഒരുപാട് പേര് ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഗവൺമെൻറ് സ്ട്രീം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി നേടുക എന്നത്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് പേര് കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. സോ അവർക്ക് അനന്ത് കൊടുക്കുന്ന ഒരു ഗോൾഡൻ ടിപ്പ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു മെസ്സേജ്? എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും തോൽവികളും ഉണ്ട്. നമ്മളിപ്പോൾ കാണുന്ന റാങ്ക് ലിസ്റ്റിലുള്ള ഒരുപാട് പേരും വിജയിച്ച ആളുകളൊക്കെ ഒരുപാട് എക്സാമിൽ തോറ്റ ആളുകൾ തന്നെയാണ്. തോൽവി നമ്മൾ വരുന്ന പ്രതീക്ഷ നമുക്ക് എപ്പോഴും എന്തായാലും വേണം. കാരണം ആ പ്രതീക്ഷകൾ തന്നെയാണ് നമുക്ക് വിജയത്തിലേക്ക് നയിക്കുക. നന്നായിട്ട് സീരിയസ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. വെയിറ്റേജ് പ്രിഫറൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. പിന്നീട് നമുക്ക് ആ ഒരു സിനാരിയോ ഉണ്ടാക്കിയെടുക്കുക. പഠിക്കാനുള്ളൊരു സിനാരിയോ നമ്മൾ തന്നെയാണ് എന്തായാലും ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സ്ഥാപനങ്ങളിലേക്ക് പോവുക. ഒരു സർക്കിള് രൂപീകരിക്കാൻ ശ്രമിക്കുക. എങ്ങനെയും പഠിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. ആ ഒരു ഓപ്ഷനിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. ആ ഓപ്ഷൻ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ആ ഒരു ഓപ്ഷൻ നമ്മൾ എന്തായാലും ഫോളോ ചെയ്യുകയാണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളെ തേടി സക്സസ് എത്തും. ഇത് തന്നെയാണ് എനിക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയാനുള്ളത്. അതുപോലെ തന്നെ എനിക്ക് എടുത്തുവിടാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് ലഭിച്ചിട്ടുള്ള എൻ്റെ ഫാമിലി, എൻ്റെ പാരൻസ്, സുഹൃത്തുക്കൾ, ഗുരുക്കന്മാർ, ഇവരുടെയൊക്കെ സപ്പോർട്ടും അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു നിലയെത്താൻ എനിക്ക് സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറിൻ്റെ ഈ ഒരു ജേണി ഒരുപാട് പേർക്ക് ഇൻസ്പയറിംഗ് ആവാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഇനി എക്സാം എഴുതാൻ പോകുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ വരാതെ നിരാശപ്പെട്ടിരിക്കുന്നവർക്കും ഒരു മോട്ടിവേഷൻ ആകട്ടെ. അതുപോലെ തന്നെ ആസ് എ സബ് ഇൻസ്പെക്ടർ സാറിനും ഗവൺമെൻറ് സ്ട്രീമിൽ നല്ലൊരു സേവനം അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എൻഡിവേഴ്സ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.